രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 8 തുടങ്ങിയിട്ടുള്ള വാക്യം നോക്കിയോ. സെക്കൻഡ് കിങ് ചാപ്റ്റർ 4 വേഴ്സ് 8 onwards. ഒരു ദിവസം എലീശ ശൂനേമിലേക്ക് പോയി. അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരണം എന്ന് നിർബന്ധിച്ചു. പിന്നത്തേതിൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും. അവൾ തന്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വൃദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. നാം എന്തോ വിശുദ്ധനായൊരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. അയ്യോ സോറി വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. നാം ചുവരോട് കൂടിയ ചെറിയൊരു മാളിക മുറി പണിതു ഉണ്ടാക്കുക. അതിൽ അവന് ഒരു കട്ടിലും ഒരു മേശയും ഒരു നൽക്കാലി ഒരു നിലവിളക്കും വെക്കുക. അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവൻ അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം അവൻ അവിടെ വരുവാൻ ഇടയായി. അവൻ ആ മാളിക മുറിയിൽ കയറി അവിടെ കിടന്ന് ഉറങ്ങി. അവൻ തന്റെ ബാല്യക്കാരനായ ഗഹസിയോട്, ശൂന്യംകാരിയെ വിളിക്ക എന്ന് പറഞ്ഞു. അവൻ അവളെ വിളിച്ചു. അവൾ അവന്റെ മുമ്പിൽ വന്നു നിന്നു. അവനോട് നീ ഇത്ര താല്പര്യത്തോടൊക്കെയും ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ. നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? രാജാവിനോടോ സേനാധിപതിയോടോ നിനക്ക് വേണ്ടി വല്ലതും പറയേണ്ടതുണ്ടോ എന്ന് നീ അവളോട് ചോദിക്ക എന്ന് പറഞ്ഞു. അതിനവൾ, ഞാൻ സ്വജനത്തിന്റെ മധ്യേ വസിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്ന് അവൻ ചോദിച്ചതിന് ഗഹസി അവൾക്ക് മകനില്ല എന്നല്ലോ അവളുടെ ഭർത്താവ് ഗഹസി അവൾക്ക് മകനില്ലല്ലോ, അവളുടെ ഭർത്താവ് വൃദ്ധനും ആകുന്നു എന്ന് പറഞ്ഞു. അവളെ വിളിക്ക എന്ന് അവൻ പറഞ്ഞു. അവൻ അവളെ വിളിച്ചപ്പോൾ അവൾ വാതിക്കൽ വന്നു നിന്നു. അപ്പോൾ അവൻ വരുന്ന ആണ്ടിൽ ഈ സമയമാകുമ്പോഴേക്ക് നിനക്കൊരു മകനെ മാറോടണയ്ക്കും എന്ന് പറഞ്ഞു. അതിനവൾ, അല്ല, ദൈവപുരുഷനായ എന്റെ യജമാനെ, അടിയനോട് ഭോഷ്ക് പറയരുതേ എന്ന് പറഞ്ഞു. ആ സ്ത്രീ ഗർഭം ധരിച്ചു. പിറ്റേ ആണ്ടിൽ എലീശ അവളോട് പറഞ്ഞ സമയത്ത് തന്നെ ഒരു മകനെ പ്രസവിച്ചു. ബാലൻ രണ്ടോ നാല് ദിവസം കൊണ്ട് ഈ ഭാഗം ഇങ്ങനെ പരിശുദ്ധാരൻ എൻ്റെ ഉള്ളിൽ എന്നെ വേദമുണ്ട്. ഹാലേലിയ. നമുക്ക് അതിന് മുമ്പ്, അതിന് തൊട്ട് മുമ്പ് ഹാലേലിയ വലിയൊരു അത്ഭുതം കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ഭാഗമാണ് ഹാലേലിയ എന്ന് വെച്ചാൽ ഹാലേലിയ എന്താ പറയാ, പ്രവാചക ശിഷ്യന്റെ ഭാര്യ ഹാലേലിയ കടക്കാരി കയറി മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞിട്ടു എണ്ണ വർദ്ധിച്ച ഒരു വലിയ അത്ഭുതം ഹാലേലിയ. അതിനുശേഷം എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഇത് ഹാലേലിയ. ഇവിടെ പറയുന്നുണ്ട്, തുടങ്ങുന്ന തന്നെ ഒരു ദിവസം എലീശ ശൂനേമിലേക്ക് പോയി. ഹാലേലൂയ ആമീൻ. അവിടെ ധനികയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരണമെന്ന് നിർബന്ധിച്ചു. പിന്നത്തിൽ അവൻ ആ വഴി പോകുമ്പോഴേക്ക് ഭക്ഷണത്തിന് അവിടെ കയറി. അവൾ തന്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയെ കൂടെ കൂടെ കടന്നു പോകുന്ന വിശുദ്ധനായൊരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. ഹാലേലൂയ ആമീൻ. ധനികയായൊരു സ്ത്രീയായിരുന്നു ശൂന്യകാരത്തിൽ. ഹാലേലൂയ. അപ്പൊ ആ വഴി എലീശ പോകുന്ന കണ്ടപ്പോൾ ഹാലേലൂയ അവൾ ഭക്ഷണത്തിന് വിളിച്ചു. എലീശയൊക്കെ കണ്ട തിരിച്ചറിയും. കാരണം ഏലിയാവിനെയൊക്കെ കണ്ട എല്ലാവർക്കും പ്രവാചകനാന്നൊക്കെ തിരിച്ചറിയാം. അവരുടെ വസ്ത്രധാരണത്തിലും ഹാലേലിയ അവരുടെ കയ്യിൽപ്പെട്ട് വടിയൊക്കെ ഉണ്ടാകും. ഹാലേലിയ അപ്പൊ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഭയത്തോടൊക്കെ കണ്ടിരുന്നതാണ്. അപ്പം എലീശയെ ഇവിടെ നമ്മൾ കാണുന്ന എലീശ അവിടെ അവരുടെ വഴി അതുവഴി പോകുമ്പോഴൊക്കെ ഭക്ഷണത്തിന് കയറി. പക്ഷെ അവള് പറയുന്നൊരു വാക്കാണ് നമുക്കിവിടെ. ഈ ഭർത്താവിനോട് പറയണേ, ഇയാൾ വിശുദ്ധനായൊരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണും. നാം ചുവരോടുകൂടെ ചെറിയൊരു മാളിമുറി പടം, അതിൽ അവനൊരു കട്ടിൽ, ഒരു മേശയും, ഒരു നാൽക്കാലി, ഒരു നിലവിളക്കും വെക്കുക. അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവൻ അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറയാം. ഹാലേലി. അപ്പം അവള് കണ്ട ഒരു ഗുണമാണ്, ദേഹം വിശുദ്ധനാണ്. ധനികയായ സ്ത്രീയാണ്. അവരെടുത്ത് ഭക്ഷണത്തിനൊക്കെ വിളിച്ച് അവൾ വിളിച്ചു കഴിയപ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അദ്ദേഹത്തിന്റെ ഇടപെടൽ ഇതൊക്കെ കണ്ടപ്പോൾ അവർക്ക് വിശുദ്ധിയായ ഒരു മനുഷ്യനാണെന്ന് മനസ്സിലായി. വിശുദ്ധനാണെന്ന് മനസ്സിലായി. ഇന്ന് നമ്മൾ ദൂരെ കൂടെ പോകുമ്പോൾ പലരും വിശുദ്ധരാണെന്നൊക്കെ നമുക്ക് തോന്നും.
ഹാലെ. പക്ഷെ നമ്മൾ അടുത്ത് വിളിച്ചു കഴിയുമ്പോൾ ഹാലെ നമുക്ക് മനസ്സിലാവുക വിളിക്കണ്ടായിരുന്നു എന്ന് തോന്നാറുണ്ട് ഹാലയിലെ. കാരണം ഹാലയില അവരുടെ ജീവിത വിശുദ്ധി എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഹാലയെ. എന്നോട് ഹാലെ ഞാൻ ഇത്ര നാൾ കണ്ടിട്ടുള്ള ദൈവദാസന്മാരിൽ വെച്ചിട്ട് ഹാലയില ഉത്തമനായ അല്ലെങ്കിൽ എന്താ ഒരു ഉത്തമനായ ഒരു ദൈവപുരുഷൻ ആരാന്ന് ചോദിച്ചാൽ എന്റെ മനസ്സിൽ ഫസ്റ്റ് വരുന്ന പിക്ചർ വിജയ് പാസ്റ്റർ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതെല്ലാവരോടും ഞാൻ പറയാറുണ്ട്. കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ ഹാലെ ജീവിത ശൈലി, പ്രാർത്ഥനാ ജീവിതം, അല്ലെ ഒരു കുടുംബത്തിൽ വന്ന് പെരുമാറുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പരിചയമുള്ള വീടുകളിൽ ഫാമിലി ആയിട്ടുള്ളിടത്താണ് പാസ്റ്റർ എപ്പോഴും വന്നാൽ പ്രേരണൊക്കെ വരുമ്പോൾ താമസിക്കും. അല്ലെ അദ്ദേഹം വന്നാല് നമ്മൾ ചുമ്മാ നമ്മുടെ അവിടെ പുറത്തിറങ്ങി വന്ന് വാചകടി പരിപാടി ഒന്നുമില്ല. ഭക്ഷണം കഴിക്കുക, മുറിയിൽ കയറുക, മുട്ടുമേലിരിക്കുക, പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് നമ്മളവിടെ പ്രെയർ ഒക്കെ തുടങ്ങുന്ന സമയമാകുമ്പോൾ പുറത്തേക്ക് വരിക, പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരുടെയും കൂടെ ഒന്ന് ഭക്ഷണം കഴിക്കുക. ഹല്ലേലൂയ. അല്പ സമയം എല്ലാവരും വേണ്ടി സംസാരിക്കുക. ആരെങ്കിലും പ്രാർത്ഥിക്കാൻ ചെന്ന് നിന്നൊന്ന് പ്രാർത്ഥിക്കുക. അദ്ദേഹം വീണ്ടും മുറിക്കുള്ളിലേക്ക് കയറും. ഹല്ലേലൂയ. ആ മുറി വിട്ട് ഇറങ്ങുന്നത് ശുശ്രൂഷയ്ക്ക്, പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്ന് വിളിച്ചാല് ബാത്റൂം അറ്റാച്ച്ഡ് അല്ലാത്തപ്പോൾ കുളിക്കാനായിട്ട് പുറത്താണ് എന്റെ കാര്യം. അത് ഇതൊക്കെ അല്ലാതെ പുറത്ത് കാണത്തില്ല. ഹാലേലൂയ. ആ വീട്ടിൽ ഈ കൂടെ ചെന്ന് താമസിച്ചുള്ള എല്ലാ വീട്ടിലെയും ആൾക്കാരുടെ ഒരേ ഒരു ഹാലില്ല സംസാരത്തിൽ പറയുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യനെ ഞങ്ങൾ ഇതുപോലെ പ്രാർത്ഥന മനുഷ്യനെ കണ്ടിട്ടില്ല. ഹാലേലൂയ. ആമേൻ. ചെറിയാച്ചന്റെ വീട്ടിലും വിനോദങ്ങളിലും എല്ലാം ഞാൻ എപ്പോഴും ഓടി കയറി ചെല്ലുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ചെല്ലുന്ന സമയത്തെല്ലാം ഹാലേലൂയ. നമുക്കറിയാം അതിനകത്ത് ഈ പ്രാർത്ഥന തന്നെയായിരിക്കും. ഹാലേലൂയ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കാണച്ച, അപ്പം അവർക്കൊക്കെ അവരെല്ലാവരോടും പറയും. ഒരാൾ നല്ലതാണെങ്കിൽ ഹാലേലിയ സാധാരണ ഹാലയിലെ ആൾക്കാർ പറയത്തില്ല, മോശം ഉണ്ടെങ്കിൽ പറയും എന്നുള്ളതാണ്. പക്ഷേ ഈ വീട്ടിലൊക്കെയാണ് എനിക്ക് ശാലി ചേച്ചിയൊക്കെ എപ്പോഴും എന്റെ കുഞ്ഞുമോളെ ഞാൻ ഇതുപോലൊരു പ്രാർത്ഥന മനുഷ്യനെ കണ്ടിട്ടില്ലടി ഹാലയിലെ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും എന്നോട് പറയാ. അത് എന്താന്ന് വെച്ചാൽ ആ മനുഷ്യന്റെ സ്വഭാവമാണ്. പലർക്കും പുറമേ കാണുന്നൊക്കെ റഫാണ്, ഹാലയിലെ അഹങ്കാരിയാണ് എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ ഹാലേലിയ ആ പ്രാർത്ഥന നമുക്ക് അതുപോലെ ഇവിടെ ശുഭനേക്കാരത്തി ഹാലേലിയ അവിടെ വിളിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഭർത്താവിനോട് പറയാം, വിശുദ്ധനായൊരു ദൈവം. നമ്മളെ ദൂരെ നിന്ന് കാണുമ്പോഴല്ല നമ്മൾ വിശുദ്ധരെന്ന് പറയണ്ടേ, നമ്മളെ കൂടുതൽ അടുത്ത് അറിയുമ്പോൾ പറയണം ഇവര് വിശുദ്ധരാണെന്ന്. ഹാലേലൂയ. അല്ലാതെ അടുത്തറിയുമ്പോ അയ്യോ കള്ളരായിപ്പോ അല്ലെ കള്ളിയായിപ്പോ എന്ന് പറയുന്നത് ഹാലേലൂയ. നമ്മൾ കൂടുതൽ അടുക്കും തോറും മറ്റുള്ളവർക്ക് തോന്നണം, അത് നമ്മൾക്ക് മനസ്സിലാക്കണം. നമ്മൾ യാഥാർത്ഥ്യത്തിൽ എന്താണെന്ന് അത് മനസ്സിലാക്കി തന്നെ ചെയ്യും. ദൈവം മനസ്സിലാക്കി കൊടുക്കും. പരിശുദ്ധാത്മാവ് ഹാലേലൂയ ആമേ സകലത്തെയും നമുക്ക് വെളിപ്പെടുത്തി തരുന്ന പരിശുദ്ധാത്മാവാണ്. ഹാലേ. അതുപോലെ ഹാലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഹാലയിലെ ഒരു ജീവിത യാഥാർത്ഥ്യത ഞാൻ പറയാണ്. ഹാലേ നമ്മളെ ദൂരത്ത് നിന്ന് കാണുമ്പോൾ നല്ലതാണെന്ന് തോന്നിയിട്ട് അടുക്കും തോറും ദുർഗന്ധം വമിക്കരുത്. നമ്മുടെ സ്വഭാവത്തിന്റെ ദൂഷ്യത അവർക്ക് മനസ്സിലാകരുത്. ഹാലേലൂയ. അങ്ങനെ ആയിരിക്കില്ല അവർ മനസ്സിലാക്കേണ്ട. അടുക്കും തോറും ഹാലേലിയ അവർക്ക് കൂടുതൽ സ്നേഹവും സന്തോഷവും സമാധാനമൊക്കെ കൊടുക്കാൻ കഴിയുന്ന നമ്മളെ കുറിച്ചും പറയും കേട്ട വിശുദ്ധരാണ്. നമ്മുടെ ജീവിതം എപ്പോഴല്ല ദൂരെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പലരും പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സമയത്ത്, പുൽപ്പറ്റ് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സംഭവം കേട്ടോ എന്ന് പറയും. അവരുടെ വീട്ടിലേക്ക്, വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്ര വലിയ സംഭവം എന്നുള്ളത് മനസ്സിലാവും. നമ്മുടെ പള്ളിയിലെ ചർച്ചിൽ പാസ്റ്റർമാരൊക്കെ ചിലപ്പോഴൊക്കെ പറയാണ്ട് നമ്മുടെ സഹോദരിമാരുടെയൊക്കെ യഥാർത്ഥ ശബ്ദം എത്രയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ വീട്ടിൽ ചെന്നാൽ മതി. ചിലപ്പോൾ ആ വഴിയൊക്കെ സ്കൂട്ടറിലൊക്കെ പോയാൽ മതി, നമുക്ക് കേൾക്കാം. പക്ഷെ ഇവിടെ ഒരു ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറഞ്ഞാല് ശബ്ദം പുറത്തോട്ട് വരുത്തില്ല. പിള്ളേരോട് വഴക്കിടുമ്പോഴും വീട്ടിലുള്ളവർ വഴക്കിടൊക്കെ ചെയ്യുമ്പോൾ അറിയാം യഥാർത്ഥ സൗണ്ട് എത്രയുണ്ടെന്ന്. അങ്ങനെ പറയാൻ ഇടയാക്കല്ല. ഹാല് പറയണം ഇവരുടെ ഒരു ഹല്ലേലൂയ കേട്ടാൽ ഹാലില് പൈശാചിയം നടുങ്ങുമെന്ന്. ഹാലേലിയ വഴക്കുണ്ടാക്കുമ്പോൾ നടുങ്ങുമെന്ന് അല്ല പറയുന്നു. ഹാലേലൂയ. അപ്പൊ നമ്മളെ കുറിച്ചൊക്കെ ഹാലി മറ്റുള്ളവർ പറയുമ്പോൾ എങ്ങനെ പറയുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ കൂടുതൽ അടുത്തറിയും തോറും അവരുടെ ഹൃദയത്തിൽ ഹാലെ നമ്മളെ കുറിച്ച് മതിപ്പ് കുറയുകയാണോ കൂടുകയാണോ. ഇവിടെ ഏലീശ പ്രവാചകനെ അടുത്ത് അറിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവരുടെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹല്ലേലൂയ. അപ്പം ഹാലേലിയ നമ്മൾ ദൂരെ നിൽക്കുമ്പോഴല്ല, ശുശ്രൂഷയെ നിൽക്കുമ്പോഴല്ല, ഹാലേലിയ നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായിട്ട് അടുക്കുമ്പോൾ ഹാലേലിയ ആൾക്കാർക്ക് എങ്ങനെ നമ്മളെ കുറിച്ച് പറയാൻ കഴിയും. ഇതൊരു മുഖംമൂടിയാണ്. ഈ മുഖംമൂടിയൊക്കെ ഊരി മാറ്റി യഥാർത്ഥ നമ്മൾ എന്താന്ന് അറിയാൻ കഴിയുമ്പോൾ ഹാലേലിയ അകറ്റി നിർത്താനാണോ തോന്നുന്നത്, അടുപ്പിച്ച് നിർത്താൻ. ഇവള് അദ്ദേഹത്തെ അടുത്തറിഞ്ഞപ്പോൾ പറയുന്നത്, എത്രയോ നാള് വീട്ടിൽ കൂടെ വഴി കൂടെ പോകുമ്പോൾ വിളിച്ചിരുന്ന ഭക്ഷണം കൊടുക്കത്തുള്ളായിരുന്നു.
പക്ഷെ അടുത്തറിഞ്ഞപ്പോ പറയാ നമുക്കൊരു മുറി ഉണ്ടാക്കി, ഒരു മാളിക മുറി ഉണ്ടാക്കി കൊടുക്കാം, ഈ വഴി പോകുമ്പോഴൊക്കെ കയറി വിശ്രമിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെയാണോ? ആ, എന്തായാലും മിനി സിസ്റ്റർ എന്തായാലും ഹല്ലേലൂയ അടുത്തറിഞ്ഞേക്കെ, എന്നാലും ഒരാഴ്ച നമുക്ക് ഇവിടെ വരുന്ന വിളിച്ചങ്ങനെ താമസിപ്പിക്കാം കൂടെ എന്ന് തോന്നുന്നുണ്ട്. അത് വന്ന് ഹായൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു പൊക്കോ എന്നാണ് നമ്മുടെയൊക്കെ മനോഭാവം. എന്ന് പറയുന്ന പോലെ ഞാൻ എന്റെ പേര് പറഞ്ഞാൽ ആർക്കും കുഴപ്പമില്ലല്ലോ. ഹാലേലൂയ. അതുകൊണ്ട് പറഞ്ഞത് അങ്ങനെ നമ്മൾ ഹാലേലൂയ എങ്ങനെ ആണ് നമ്മുടെ ആ മനോഭാവത്തിലേക്ക് ഒരാളെ കുറിച്ചുള്ള പിക്ചർ വരുന്നത്. എല്ലാരും വിളിച്ച് താമസിപ്പിക്കാനല്ല ഞാനത് പറഞ്ഞത്. ഹാലേ നമുക്ക് തോന്നുന്നത് ഹാലേലൂയ ഒരു ദിവസം കിട്ടിയെങ്കിൽ, ഒരാഴ്ച കിട്ടിയെങ്കിൽ ഹാലേ നമുക്കൊന്ന് കൂടെ താമസിച്ചൊക്കെ പ്രാർത്ഥിക്കാം. നമ്മളെപ്പോഴും ഹാലേലൂയ അപ്പൊ വിജയ പാസ്റ്ററൊക്കെ എപ്പോഴും പാസ്റ്റർ 2-3 ദിവസം കൂടെ അങ്ങ് താമസിക്കും, എന്നിട്ട് നമുക്ക് അങ്ങ് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയാറുണ്ട്. ഹാലിൽ എന്താ വെച്ച് കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഞാൻ പറയാറ് അങ്ങനെ ഇനിയിപ്പോ ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹാലേ ഒരു മാസത്തേക്ക് കൊണ്ട് പോരും, നമുക്ക് പ്രാർത്ഥിച്ചൊക്കെ. അപ്പൊ എന്താ ഇത് ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ അവരുടെ പ്രാർത്ഥനയും അവരുടെ ആ ജീവിതമൊക്കെ നമുക്ക് ഇഷ്ടമായതുകൊണ്ട് അല്ലേ. നമുക്ക് ഇഷ്ടമില്ലാത്തവരുടെ വീട്ടിൽ കയറി താമസിപ്പിക്കോ? ഇല്ല. ചിലരൊക്കെ അങ്ങോട്ട് വരും, സിസ്റ്ററെ നിൽക്കാൻ സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളെ ഇല്ല ഇവിടെ ആളൊന്നും പറയും. കാരണം വെച്ച് കഴിഞ്ഞാല് ഹാലേലൂയ നമുക്ക് അവിടെയൊക്കെ അവരിങ്ങനെ അവിടെ കണ്ട് നിർത്തി പോരാനേ നമുക്ക് പറ്റാവൂ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാറുള്ളൂ. വീട്ടിലേക്ക് വിളിച്ച് എല്ലാരും നമ്മൾ വീട്ടിലേക്ക് വിളിച്ച് കയറ്റാറില്ല, ഉണ്ടോ സിസ്റ്ററെ? ഇല്ല. അതിപ്പോ പാസ്റ്റർമാരാണെന്ന് പറഞ്ഞാലും സിസ്റ്റർമാരാണെന്ന് പറഞ്ഞാലും ഹാലേലൂയ മറ്റു കൂട്ടുകാരാണെന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മൾ വീട്ടിൽ കയറ്റാറില്ല. ചില ആൾക്കാർക്ക് സിറ്റ് ഔട്ട് വരെ പ്രവേശനമുള്ളൂ, ചില ആൾക്കാർക്ക് ഡ്രോയിങ് റൂം വരെ പ്രവേശനം, ചില ആൾക്കാർക്ക് നമ്മുടെ വീടിന്റെ ഫുൾ ആക്സസ് ഉണ്ടാവും. ഹാലേലൂയ. ഇതെങ്ങനെയാ നമ്മൾ കൊടുക്കുക? നമ്മള് സാധാരണ ജനീകമായിട്ടൊക്കെ തന്നെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. ഹാലേലൂയ. എങ്ങനെ അവരുടെ സ്വഭാവം അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത്. ഹാലേലൂയ. അതുപോലെ ആത്മീയ തലത്തിൽ ഹാലേലൂയ നമ്മളെ ഹാലേലൂയ കൂടെ നിൽക്കുന്ന ആത്മീയർ മനസ്സിലാക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഹാലേലൂയ നമ്മുടെ സറൗണ്ടിൽ ഉള്ള ആൾക്കാർ സകലരും നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നിരിക്കും. അവിടെയാണ് നമ്മൾ ക്രിസ്തുവിന്റെ പ്രകാശമായി മാറുന്നത്. നമ്മൾ പ്രകാശം പരത്തുന്നവരായിരിക്കണം, ദുർഗന്ധം പരത്തുന്നവരാകല്ല. നമ്മളോടൊരാൾ സംസാരിക്കുന്നവർക്ക് സമാധാനം കൊടുക്കുന്നവരായിരിക്കണം. അവർക്ക് തോന്നണം ഹാലേലൂയ, അവർ ഉള്ളിൽ ഒരു ഫീലിങ്സ് വരണം, ഇവരിൽ നമ്മളിൽ ഇല്ലാത്ത എന്തോ ഒന്നുണ്ട്. ഹാലേലൂയ. എന്താ ഇവിടെ വിശുദ്ധനായ ഒരു മനുഷ്യൻ എഴുതിയിരിക്കുന്നത്? നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ കൂടെ വേണ്ടുന്ന ഒരു കാര്യം തന്നെ വിശുദ്ധി അല്ലേ. ഹാലേലിയ. വിശുദ്ധി ഇല്ല എങ്കിൽ ഹാലേലിയ നമ്മൾ സംസാരത്തിലൊക്കെ ഹാലേലിയ പലപ്പോഴും ഹാലേലിയ പലരുടെയും നാവിൽ നിന്ന് വരുന്ന ചില ഭാഷ കേൾക്കുമ്പോൾ അറിയാം പാസ്റ്റർ ആയിരിക്കും, സിസ്റ്റർ ആയിരിക്കും. ഹാലേലിയ. ഞങ്ങൾ പണ്ട് ആദ്യം നല്ല രീതിയിൽ പ്രേയറൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ഞങ്ങള് പണ്ടൊരു പാസ്റ്റർ അവിടെ വന്ന സമയത്ത്, അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അവിടെ മീറ്റിങ്ങിന് അവർ വീട്ടിലായിരുന്നു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മീറ്റിങ്ങിന് കടന്നു പോയപ്പോഴും ഞാനത് വിശ്വാസത്തിൽ വന്നിട്ടേ വിളിച്ചെത്തുന്നത്. അന്നേരം അവരുടെ ഇപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ നമ്മുടെ ഒരു ബൈബിൾ വാക്യം എഴുതിയൊരു കാർഡ് കിട്ടുമല്ലോ, അത് തന്നിരുന്നു. അതിനകത്ത് അവരെ ഫോൺ നമ്പർ ഇതൊക്കെ ഉണ്ട്. എന്നിട്ട് അവർ നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ എല്ലാ ആഴ്ചകൾക്കും എല്ലാ ബുധനാഴ്ച പ്രയർന്ന് എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് സോ. അപ്പൊ എന്നെ വിളിക്കുക പതിവായിരുന്നു, ചെല്ലാൻ പറയും. അപ്പൊ ഞാൻ ഒരിക്കലും എനിക്ക് പോകാൻ തോന്നിയിട്ടില്ല. ഹാലേന്നാ അന്നത്തെ ദിവസം നമ്മുടെ കൂടെ വന്ന പാസ്റ്റർ ശുശ്രൂഷിച്ചു. ഹാലേലി അവിടെ എന്താ പറയാ ഒരു നല്ലൊരു അന്തരീക്ഷമൊക്കെ നമുക്ക് അറിയാമായിരുന്നു. പക്ഷെ എന്നിട്ടും എനിക്ക് പോകാൻ തോന്നിയിട്ടേ ഇല്ല. ഹാലേ അങ്ങനെ ഇരിക്കുമ്പോൾ കുറെ നാളൊക്കെ ഞാൻ റോഷിനെ കൊണ്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ബുധനാഴ്ച അവിടെ പോകാം എന്നാലും മനസ്സിലൊരു തോന്നില്ല. ഹാലേലി അവിടെ ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് നടക്കുന്നത്. ബുധനാഴ്ച പ്രയറിന് ഞാൻ കടന്നു പോയി. ഹാലേലിയ. എന്നിട്ട് വന്ന് അവിടെ എന്തോ ഒരു പ്രയറിന്റെ ഇടയ്ക്ക് അത് ശുശ്രൂഷിച്ച പാസ്റ്റുമായിട്ട് ഹാലേലിയ ആരോ പുറത്തു വന്ന് കുറച്ചു നേരം പ്രാർത്ഥന നിർത്തി പുറത്തു നിന്ന് വഴക്കൊക്കെ ഉണ്ടാകുന്നതായിട്ട് മനസ്സിലായി. എന്താ കാര്യമൊന്നും എനിക്ക് മനസ്സിലായില്ല. ഹാലേലൂയ. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഓഫീസിൽ വന്നു. ഓഫീസിലേക്ക് വന്നപ്പം ഞാൻ ഈ സിസ്റ്റർ വിളിച്ചിട്ട്, സിസ്റ്ററെ എന്തായിരുന്നു അതിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു. ഹാലേലൂയ. അവിടെ ഇടയ്ക്ക് പ്രെയർ നിർത്തിയിട്ട് ഇടയ്ക്ക് പോയിട്ട് അയ്യോ അവരങ്ങോട്ട് ഹാലയിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പം ഹാലയിൽ വഴക്കുണ്ടാക്കാൻ വന്ന വ്യക്തിയെ കുറിച്ചൊക്കെ ഹാലയിൽ എനിക്കറിയുന്നൊരു ഒരു പുള്ളിക്കാരത്തിയായിരുന്നു അതിനകത്ത് കണ്ടത്. പക്ഷെ ഇവര് പറഞ്ഞ ലാംഗ്വേജ് വായിന്ന് പുറത്തേക്ക് വന്നത് ഹാലയിൽ നമ്മളൊരു ലോക്കലായിട്ടുള്ള സ്ത്രീ സംസാരിക്കുന്നതിനെക്കാട്ടി മോശമായ വാക്കുകളെ വായിന്ന് വരുന്നത് മൊത്തം. ഞാൻ ഞെട്ടിപ്പോയി. ഹാലയിലൂയ. കാരണം നമ്മള് ഈ ബാഡ് വേർഡ്സ് ഒക്കെ പറയുന്ന കേൾക്കുന്ന തന്നെ എനിക്ക് ഭ്രാന്ത് വരും. കലയില് പണ്ട് പോലെയല്ല, വിശ്വാസം വന്നപ്പോഴല്ല, എനിക്ക് സംസാരം എത്രയാണ്. പക്ഷേ ഈ ചീത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഹാലയിൽ എനിക്ക് പണ്ടേ ദേഷ്യമാണ് ഹാലയില്.
അപ്പം അതിങ്ങനെ കേട്ടതോട് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാ പരിശുദ്ധാത്മ ഇത്ര നാളും പ്രാർത്ഥനയ്ക്ക് വിടാതെ നമ്മളെ പിടിച്ചു നിർത്തിയെന്ന്. അതോടുകൂടി ഞാൻ നമ്പർ ഡിലീറ്റ് ചെയ്ത് കോണ്ടാക്റ്റും കളഞ്ഞു കാരണം എന്താന്ന് വെച്ചാ എന്നിട്ട് പലപ്പോഴും പല സമയത്തും നാട്ടിൽ നിന്ന് വരുന്ന പല ദൈവദാസന്മാരും ഇവരെ പ്രാർത്ഥന എന്നറിയാതെ ചിലടത്ത് പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവിടാൻ പറയുമ്പോൾ ഞാൻ പോകാറുണ്ട്. എല്ലാവരും ഡ്രോപ്പിൽ പരിപാടി എനിക്കുണ്ടായിരുന്നപ്പോ ഞാൻ കൊണ്ടുചെല്ലും, അവരെ ആക്കും, ഞാൻ അകത്തോട്ട് ചേർത്തില്ല, ഞാൻ തിരിച്ചു പോരും. ഹല്ലേലൂയ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹല്ലേലൂയ ആമേൻ സഹകരിക്കാൻ കൊള്ളില്ല എന്നും നമ്മൾ നല്ലവരായിട്ടല്ല ഞാൻ പറയുന്നത് ഹല്ലേലൂയ. പക്ഷേ അവിടെ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കയ്പും മധുരവും ഒരുപോലെ ഒരേ ദ്വാരത്തിൽ നിന്ന് വരത്തില്ല, അല്ലേ? അങ്ങനെയല്ല ദൈവവചനം പറയുന്നത്. അപ്പം ദൈവത്തിന്റെ ഹാലേലിയ ആമേൻ നാമത്തെ ഉയർത്തുന്ന നാവ് കൊണ്ട് തന്നെ ഹാലേലിയ മോശകരമായി മ്ലേച്ഛകരമായി സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ ഹാലേലിയ ആ നാവ് ഹാലേലിയ നമുക്ക് ഹാലേലിയ നമുക്ക് ഡൈജസ്റ്റ് ആകത്തില്ല അങ്ങനെ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ. കാരണം ഇവിടെ നമ്മുടെ വിശുദ്ധി ഹാലേലിയ ഞാൻ പറയുന്ന പുൽപ്പറ്റിക്ക് ഏത് ശുശ്രൂഷിക്കുമ്പോഴല്ല വെളിപ്പെടേണ്ടേ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെടണം. മനസ്സിലായില്ലേ? ഇതൊന്ന് പ്രാർത്ഥിക്കുമ്പോഴല്ല, വീട്ടിൽ നമ്മൾ മക്കളോടും ഭർത്താവിനോടും ബാക്കിയുള്ളവരോടും കുടുംബത്തിലുള്ളവരും ഒക്കെ സംസാരിക്കുമ്പോൾ വെളിപ്പെടണം. ഹല്ലേലൂയ എന്ന് വെച്ച് നമ്മൾ ഹല്ലേലൂയ ആരും പറയുന്നതിന് ഹല്ലേലൂയൊന്നും മറുപടി പറയാൻ പാടില്ലെന്നല്ല. പക്ഷെ എപ്പോഴും നമ്മുടെ വാക്കുകൾ എങ്ങനെയായിരിക്കണം ദൈവത്തിന്റെ വചനം പറയുന്നത്? കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വന്നതുമായിരിക്കണം, അല്ലേ? ഹല്ലേലൂയ. അപ്പൊ അവിടെ പക്ഷെ നമ്മളെ പ്രവോക്ക് ചെയ്യാനായിട്ട് പലരും ശ്രമിക്കുമ്പോഴും ഹല്ലേലൂയ നമ്മുടെ വായിൽ നിന്ന് അരുതാത്തതൊന്നും പുറത്ത് വരരുത്. ഹല്ലേലൂയ. നമ്മുടെ വാക്കിൽ മാത്രമല്ല, നമ്മുടെ പ്രവർത്തിയിൽ. ഇപ്പം കുട്ടിന്റെ കാര്യം തന്നെ എടുത്തോ. ഇവര് ധനിക സ്ത്രീ ആയിരുന്നു. ഇവരവിടെ ഇഷ്ടം പോലെ മേ ബി വിഭവസമൃദ്ധമായിട്ടൊക്കെ ആയിരിക്കും അന്നത്തെ കാലത്ത്. അപ്പൊ പ്രവാചകന്മാരെന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര ദൈവത്തെ പോലെ തന്നെ കാണുന്ന കാലം. ഹല്ലേലൂയ. ദൈവത്തിനൊപ്പം സ്ഥാനം കൊടുക്കുന്ന കാലഘട്ടത്തിലാണ്. ദൈവത്തിന്റെ ശബ്ദമാണ് അവര്. ദൈവം സംസാരിച്ച് അവരോട് ദൈവത്തിന്റെ നാവായി ഇരിക്കുന്നവരാണ്. അപ്പൊ വിഭവസമൃദ്ധമായിട്ടൊക്കെ എല്ലാം ഒരുക്കി വെച്ചേക്കുന്ന, അല്ലെ? എന്താണെങ്കിലും നമ്മുടെ ചോറിന് രണ്ടൂട്ടം കറിയൊന്നും ആയിരിക്കത്തില്ല. ഹല്ലേലൂയ. പക്ഷേ അവിടെ ആ ഫുഡ് കഴിക്കുമ്പോ പോലും ഏലീശയിൽ ഒരു വിശുദ്ധി വെളിപ്പെട്ട് കാണും, ഇല്ലേ? ആക്രാന്തം പിടിച്ച് വാരി വലിച്ചത് തിന്നെ കാണത്തില്ല ഈ പറഞ്ഞാണ്. ഹാലേലിയ. അവിടെ ഒരു വിശുദ്ധി അവിടെ ഹാലേലിയ ഒരു ദൈവികത എപ്പോഴും എല്ലാ കാര്യത്തിലും വെളിപ്പെട്ടാണ്. നമുക്ക് എലീശയെ കുറിച്ച് മുൻപോട്ട് പഠിക്കുമ്പോൾ നമുക്കറിയാലേ, നയമാൻ ഹാലേലിയ പൊന്നും വെള്ളിയും നല്ല വസ്ത്രങ്ങളും ഒക്കെ കെട്ടിപ്പറക്കി രഥത്തിൽ കയറ്റിയൊക്കെ കൊണ്ടുവന്ന് എന്താ കുഷ്ഠരോഗത്തിന് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നിട്ട് ഹാലേലിയ. പക്ഷെ അവിടെ ഹാലേലിയ ഏലീശയോട് അല്പമെങ്കിലും വാങ്ങണമെന്ന് പറഞ്ഞപ്പോ ഏലീശ പറഞ്ഞെന്താ? എന്നാണ് യഹോവയാണ്, ഞാൻ ഇതൊന്നും ഞാൻ വാങ്ങത്തില്ല. ഹാലേലിയ. അപ്പൊ ദൈവത്തിന്റെ ഹാലിയ പുരുഷൻ ദൈവത്തിന്റെ ശബ്ദത്തിനനുസരിച്ച് ഒരു ധനത്തോട് ആർത്തിയില്ലാതെ, സമ്പത്തിനോട് ആർത്തിയില്ലാതെ ദ്രവ്യാഗ്രഹവും സ്വസ്നേഹവും ഇല്ലാത്ത ശുശ്രൂഷകനായ നമുക്കറിയാം. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ അങ്ങനെ ആയിരുന്ന മനുഷ്യൻ ആ ഹൃദയത്തിൽ അത്രത്തോളം വിശുദ്ധി കാത്തു സൂക്ഷിച്ച ഹല്ലേലൂയ അദ്ദേഹത്തെ എന്താ പറയാ ഇടപെടുമ്പോൾ നമുക്ക് അവർക്ക് മനസ്സിലായ വിശുദ്ധനാണ്. ഹല്ലേലൂയ. നമുക്കറിയാം തൊട്ട് മുമ്പത്തെ അധ്യായമൊക്കെ വായിക്കുമ്പോൾ ഞാൻ എനിക്ക് പലപ്പോഴും ഏലീശ ഒരു അത്ഭുതമാണ്. കാരണം വെച്ചാൽ യേശു കർത്താവ് ഹാലേലിയ ഭൂമിയിലായിരുന്നു. പുതിയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ യേശു കർത്താവ് അപ്പത്തെ വർദ്ധിപ്പിച്ച വർധനവ് ഹാലേലിയ നമ്മൾ കണ്ടു. പക്ഷേ അതിനെക്കാട്ടി മുമ്പ് ഈ ശുശ്രൂഷ ചെയ്ത ഒരാളാണ് ഏലീശ, അല്ലേ? അവിടെ കിട്ടിയ 20 ഏപത്തപ്പോ മലരും ഒക്കെ ഹാലേലിയ എല്ലാവർക്കും കൊടുക്കാൻ പറയും. എല്ലാവർക്കും തികയത്തില്ല. പ്രാർത്ഥിച്ചു കൊടുത്തിട്ട് പറഞ്ഞു കൊടുത്തോ, ഇത് കഴിച്ച് ബാക്കി വരും. അതുപോലെ എല്ലാവരും കഴിച്ച് അത് ബാക്കി വന്നു. ഏലീശയുടെ ശുശ്രൂഷകളൊക്കെ ഓർക്കുമ്പോൾ അത് ആ ഭാഗമൊക്കെ നമ്മൾ വായിക്കുമ്പോഴാ അയ്യോ നമുക്ക് യേശു കർത്താവ് ഒപ്പം വർദ്ധിപ്പിച്ച അത്ഭുതമൊക്കെ വായിക്കുമ്പോൾ എന്തോ ഒരു അത്ഭുതമായിട്ട് നമുക്ക് ഭയങ്കര മഹാത്ഭുതമായിട്ട്. പക്ഷെ അതിനെക്കാട്ടും മുന്നേ ഹാലേലിയ ദൈവത്തിന്റെ ആത്മാവിൽ ഒരു ദൈവപുരുഷൻ ചെയ്തത് ഒരു ദാസനായിരുന്ന ഹാലേലിയ സ്ഥിരമായ ആത്മാവില്ലാത്ത അല്ലെങ്കിൽ ദാസനായിരുന്നു, പുത്രത്വം ഇല്ലാത്ത ഹാലേലിയ ഒരു ഹാലേലിയ പ്രവാചകൻ അത് ചെയ്യാൻ കഴിഞ്ഞു. പുത്രത്വമുള്ള സ്ഥിരമായ ആത്മാവിനെ നൽകിയിരിക്കുന്ന സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് തന്നെന്ന് പറഞ്ഞിരിക്കുന്ന നമുക്ക് ഇന്ന് പലപ്പോഴും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം എന്താണെന്ന് പറയുക, നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധിയില്ലായിരുന്നു.
ഞാൻ എപ്പോഴും പറയാറുണ്ടാണ്, പരിശുദ്ധാത്മൻ പറഞ്ഞ പോലെ എനിക്ക് ഫുൾനെസ് ആയിട്ട് വ്യാപരിക്കാൻ പറ്റിയൊരു ശരീരം ഞാൻ ഇന്ന് കാണുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ കുറവ് നമ്മളെ നോക്കുമ്പം വിശുദ്ധരാണെന്ന്. ഹാലേലിയ. പൈശാചിക മണ്ഡലത്തിന് തോന്നുന്നില്ല, ദൈവജനത്തിന് തോന്നുന്നില്ല, ദൈവത്തിനും തോന്നുന്നില്ല. അല്ലെ, നമ്മൾ നീതിമാന്മാരായി വിശുദ്ധരായെന്ന് എഴുതിയിട്ടില്ല. നീതിമാനായത് നമ്മുടെ കഴിവിലും നമ്മുടെ പ്രവൃത്തിയിലുമല്ല, ദൈവത്തിന്റെ കൃപയാൽ നമ്മൾ നീതിമാന്മാരായി മാറി. ആ കൃപ നമുക്ക് വേണ്ടി വെളിപ്പെട്ടതുകൊണ്ട്. പക്ഷെ നമ്മൾ വിശുദ്ധരാണെന്ന് പറയണമെങ്കിൽ നമ്മുടെ ചില പ്രവൃത്തികൾ അതിനകത്ത് വേണം. അത് ഓട്ടോമാറ്റിക്കലി ഇനി വരത്തില്ല. നിന്റെ പാവം എത്ര കടിച്ചു ഒപ്പാണ്, ഞാൻ എന്നെ ഹിമം പോലെ വെളുപ്പിക്കാം. ഹാലയില് അത് ദൈവം ചെയ്തു. ഹാലൂയ. പക്ഷെ നിന്നെയും വിശുദ്ധനാക്കി മാറ്റിയെന്ന് എഴുതിയിട്ടില്ല. വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഹാലയില് ഓരോ ദിവസം കഴിയും തോറും നമ്മൾ നമ്മുടെ പ്രവൃത്തിയാൽ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടതാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ ഇന്ന് നോക്കിയിട്ട് വിശുദ്ധർ ആണെന്ന് ഹാലേലിയ അവൻ പറയാൻ കഴിയാത്തതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഹല്ലേലൂയ. സ്വന്തം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ ഡ്രൈവ് ചെയ്യുമ്പോൾ അറിയാണ്ട് ഈ ആൾക്കാർ വണ്ടി ഫ്രണ്ടിൽ കൊണ്ട് വെക്കുക അല്ലെങ്കിൽ റോങ് ആയിട്ട് വരിക ചെയ്യുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മൾ വഴക്ക് പറയും. അല്ലെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഈ ഇങ്ങനെ പുറത്തോട്ട് വരും, മര്യാദക്ക് നോക്കട്ടെ, അല്ലെങ്കിൽ ഒന്നുമില്ല, ഉച്ചത്തിൽ പുറകെ കിടന്നിട്ട് ഫോണെങ്കിലും അടിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം തീർക്കുന്നത് അങ്ങനെയാണ്. കലക്കത്തെ ദുബായിലൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാം, അവിടെ ഫോൺ അടിക്കാന്ന് വെച്ചാൽ തെറി വിളിക്കാന്ന് തുല്യമാണ് കലയിൽ, അല്ലെങ്കിൽ അവിടെ ഫോൺ അടിക്കാറില്ല. പക്ഷെ ഇവിടെ നമ്മൾ അല്ലെങ്കിൽ ആ ദേഷ്യം തീർക്കുന്ന ഫോണെങ്കിലും അമർത്തി പിടിച്ചിട്ടായിരുന്നു. അല്ല, നമ്മൾ ഭയങ്കരതായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ റഫായിട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഭയങ്കര കോപം വരാറുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് അവിടെയൊന്നും നമുക്ക് ക്ഷമയില്ല. കാരണം കർത്താവ് ഹാലയില് ക്ഷമിച്ചതുപോലെ നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ ഇവിടുത്തെ ഈ റോഡിൽ നിന്ന് എപ്പോഴും പ്രൈവറ്റ് ബസ്സിന്റെ ഒരു ഏരിയയാണ് ഹാലയിലിയ. അവര് റോഡിൽ വണ്ടി കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഒതുക്കി സ്റ്റോപ്പ് ചെയ്യത്തില്ല. ഹാലയിലിങ്ങനെ കയറ്റി സ്റ്റോപ്പ് ചെയ്ത് നമുക്കൊരു വണ്ടി ഇവിടെ എക്സ്ട്രാ കടന്നു പോകത്തില്ല. അത്ര വീതി കുറവാണ് റോഡിൽ. അല്ലെങ്കിൽ നമുക്ക് രണ്ട് വണ്ടി അങ്ങോട്ട്. ഇവരെന്താന്ന് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ട് ചവിട്ടി ആ റോഡിന് നടുക്ക് അങ്ങ് നിർത്തിയിട്ട് ആളൊക്കെ ഇട്ട്. ഇത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും. ഹല്ലേലൂയ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പുറകിൽ ഇങ്ങനെ അവർ നിർത്തുന്നിടത്തെല്ലാം നിർത്തി ഇടാൻ പറ്റും. നമുക്ക് ചിലപ്പോൾ തിരക്കിലൊക്കെ നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ അപ്പം നമ്മൾ അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ കോപം ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇരുന്ന ഒരാൾ പറയും, എന്താ പറയുന്നത്, എന്റെ മോളുണ്ടെങ്കിൽ സൈഡിൽ നിന്നിട്ട് അമ്മ നോ, അമ്മ നോ എന്ന് പറയാം. ഹാലയില്ല. കാരണം ഹാലയില്ല നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ ഉള്ളിൽ അപ്പൊ പരിശുദ്ധാത്മ ഉള്ളിൽ നിന്ന് സംസാരിക്കാൻ നമുക്ക് അയ്യോ മോശമായി പോയല്ലോ, സങ്കടമായിപ്പോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സോറി പറയാം. ഹാലയില്ല. ഇതുപോലെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ രൂപാന്തരപ്പെടുത്താൻ പരിശുദ്ധാത്മ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നില്ല എങ്കിൽ, നമ്മൾ അറിയുമ്പോൾ നമ്മളെ വിശുദ്ധരാണെന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിൽ, ഹാലേലിയ അടുത്തറിയുമ്പോൾ ഹാലിയ നമ്മൾ കൂടുതൽ അറിയും തോറും അവർക്ക് അകലം പാലിക്കാൻ തോന്നുന്നെങ്കിൽ നമ്മൾ എവിടെയൊക്കെയോ പരാജയമാണ് ഇന്ന്. ശൂന്യക്കാലത്ത് സ്ത്രീ അറിഞ്ഞപ്പോൾ അകലം കൂട്ടാനല്ല, കൂടുതൽ അടുക്കാനാണ് അവർ ആഗ്രഹിച്ചത്. സ്വന്തം വീട്ടിൽ ഒരു മാളികമുറി പണിതുണ്ടാക്കി ഒരു ദൈവപുരുഷനെ കയറ്റി താമസിപ്പിക്കാന്ന് പറയുമ്പോഴത്തേനും അങ്ങനെ എഫർട്ട് എടുക്കണമെങ്കിൽ ഹാലേലിയ അത്രത്തോളം ഒരു വിശുദ്ധി അത്രത്തോളം ഒരു ഇഷ്ടം അവരോട് വെളിപ്പെട്ടിട്ടാ. നമ്മുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലും വരാൻ ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ ദൈവദാസനൊക്കെ വീട്ടിൽ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ ദൈവദാസനെ ഇവിടെ താമസിക്കാം എന്നൊക്കെ പറയല്ലേ. നീ ദൈവദാസന്മാർ വരുമ്പോ താമസിക്കാൻ വേണ്ടി ഞാൻ മുറി പണി ഉണ്ടാക്കുന്നത്, ആരൊക്കെ മുറി പണി ഉണ്ടാക്കിയിട്ടുണ്ട്? ഹല്ലേലൂയ. ദൈവദാസന്മാര് വരുമ്പോ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥനാ മുറി ഉണ്ടാക്കാൻ പോകുന്നത്, ആരൊക്കെ മുറി ഉണ്ടാക്കിയിട്ടുണ്ട്? നമ്മുടെയൊക്കെ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, നമ്മുടെയൊക്കെ വീടുകളിൽ എത്രയിടത്ത് പ്രാർത്ഥനാ മുറിയുണ്ട്? നമുക്കാരും പ്രാർത്ഥിക്കാൻ മുറിയൊന്നും ഇല്ല. കത്തോലിക്കന്റെ വീട്ടിലുണ്ട് ഒരു പടമൊക്കെ വെച്ച് ഹാലയിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് പ്രാർത്ഥിക്കാൻ സ്ഥലമുണ്ട്. ഹാലയിലിയ. മുസ്ലിമിന്റെ വീട്ടിൽ നിസ്കരിക്കാൻ സ്ഥലം, ഹിന്ദുക്കളുടെ വീട്ടിലൊരു പൂജാമുറി ഉണ്ടാവും. പക്ഷേ പെന്തക്കോസ്തുകാരുടെ വീട്ടിൽ പ്രാർത്ഥനാ മുറി ഉള്ളത് വളരെ ചുരുക്കമാണ്. നമ്മള് കിടക്കുന്നിടത്ത് തന്നെ ബെഡ്റൂമിലേക്ക് സൈഡിലോട്ട് മാറിന്ന് പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ ഹോളിലോട്ട് മാറിന്ന് പ്രാർത്ഥിക്കും. അല്ലെ അടുക്കളക്കകത്തിരുന്ന് പ്രാർത്ഥിക്കും. കാർപോർച്ച് വരുന്ന പ്രാർത്ഥിച്ച കഥ നമുക്ക് കേട്ടിട്ടുണ്ട്. ഹാലേലിയ. കാരണം എന്താ വെച്ചാൽ എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവത്തെ ഹാലേലിയ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. പക്ഷേ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരു മുറി ഹാലേലിയ പ്രത്യേകമായിട്ട് ഹാലേലിയ ഒരുക്കാൻ കഴിയും. ഏറ്റവും നല്ലതാണ്.
കാരണം അത് പ്രാർത്ഥനയ്ക്കായി മാത്രം ഉപയോഗിക്കുകയാണ്. ദൈവസ്ഥാനത്തിന് ഇങ്ങനെ നിലനിൽക്കും. ഹല്ലേലൂയ, ഇറങ്ങി നിൽക്കും, നമുക്കറിയാൻ പറ്റും. അത് ഇവിടെ ദൈവപുരുഷന് വേണ്ടി ഒരു മുറി, ആ മുറി ഉണ്ടാക്കുമ്പോഴേ അവൾ പറയുന്ന ചില കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ്. ഹല്ലേലൂയ. ഇത് പലപ്പോഴും നമ്മൾ ദൈവദാസന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വിശുദ്ധനായാലും ദൈവപുരുഷന്റെ ചെറിയൊരു മടയിൽ, ഭയങ്കര സ്യൂട്ട് റൂം പണിയണം എന്നല്ല പറഞ്ഞത്, ചെറിയൊരു മാളിക മുറി. ഹല്ലേലൂയ. കാരണം അദ്ദേഹം വലിയ ആഡംബര പ്രിയനൊന്നും അല്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ള ആളൊന്നല്ല. അദ്ദേഹത്തിന് ചെറിയ മാളിക മുറി മതി. അതിനകത്ത് ഹല്ലേലൂയ എന്നിട്ട് എന്തൊക്കെയാണെന്ന് പറയാ, അതിൽ അവന് ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വെക്കുക. അപ്പൊ എന്താണ്? ഒരു കട്ടില്, ഒരു മേശ, ഒരു നാൽക്കാലി, ഒരു നിലവിളക്ക്. ഇത് മതി. കട്ടിലെന്താ? അദ്ദേഹത്തെ കിടന്നൊന്ന് ഉറങ്ങണം. നിലവിളക്ക് എന്തിനാ? വെളിച്ചം വേണം. ഹല്ലേലൂയ. ഒരു മേശ, ഒരു നാൽക്കാലി, എന്തെങ്കിലും സമയത്ത് ഇരിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ എഴുതാമേ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. പക്ഷേ അവിടെ ഒരു ആഡംബരം വേണമെന്നവിടെ പറയുന്നില്ല. ഹല്ലേലൂയ. ഒരു ചെറിയ മുറി. നമ്മൾക്കൊക്കെ ആണെങ്കിൽ ഹല്ലേലൂയ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈവൻ ഞാൻ പറയാം, നമ്മുടെയൊക്കെ മനോഭാവത്തിൽ ഇപ്പോഴും ഒരുപാട് മാറ്റം. ഞാൻ എന്നെ തന്നെ എപ്പോഴും വിചാരിക്കുന്നുണ്ട്. നമ്മളൊക്കെ എപ്പോഴും നോർത്ത് ഇന്ത്യൻ മിഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് വലിയ ആഗ്രഹമാണ്. പക്ഷേ എങ്കില് കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവല്ല വരെ കടന്നു പോകാനായിട്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ചെന്നപ്പോൾ എനിക്ക് റെയിൽവേ സ്റ്റേഷൻ നാറ്റം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി കഴിയുമ്പോൾ അവിടുത്തെ സ്മെല്ല് സഹിക്കാൻ പറ്റും. തിരിച്ചത് ഞാൻ പറഞ്ഞു, ഞാൻ ട്രെയിനകത്ത് ഇറങ്ങി തിരിച്ച് ബസ്സിൽ പോകും. കാരണം എന്താ വെച്ചാൽ ട്രെയിനകത്ത് റെയിൽവേ സ്റ്റേഷൻ സ്മെല്ല് പോലും സഹിക്കാൻ പറ്റാതെ നമ്മൾ ആ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ ഒരു ബാത്റൂം പോലും ഇല്ലാത്ത സ്ഥലങ്ങൾ ഇന്നും ഉണ്ടെന്നുണ്ട്. ഒരു ഗ്രാമത്തിന് ഒരു ബാത്റൂം ഉള്ള സ്ഥലം ഉണ്ടാകും. അവിടെയാണ് നമ്മൾ കാണാത്ത, കേൾക്കാത്ത, അറിയാത്ത ദേവദാസന്മാര് പോയി കർത്താവിന്റെ സുവിശേഷം അറിയിച്ച് കഷ്ടപ്പെടുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് കർത്താവ് നമ്മളെ നോർത്ത് ഇന്ത്യയിലേക്കൊന്നും ഇതുവരെ അയക്കാത്തതിന്റെ കാര്യം എന്ന് പറയാൻ, നമുക്കാരും പോയി അവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് അറിയാവുന്നുണ്ട്. കർത്താവിന് നന്നായിട്ട് അറിയാം. അതിനുള്ള വിളിയുള്ളവരെ തന്നെ ദൈവം അയക്കുന്ന ഓരോ സ്ഥലത്തും. മിഷൻ പ്രവർത്തനങ്ങൾക്ക് കർത്താവ് അയക്കുന്ന വെച്ചാൽ, ഇവനെ ഞാൻ അയച്ചാൽ അവൻ അവിടെ എന്തൊക്കെ കുറവുണ്ടെങ്കിലും അവനവിടെ വിശ്വസ്തനായിട്ട് അത് വിശുദ്ധിയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യുമെന്ന് ഉള്ളത് കൊണ്ടാണ്. നമ്മളെപ്പോഴും എന്തുകൊണ്ടാണ് ഇതിനൊക്കെ മടി കാണിച്ചാൽ, നമ്മൾ അകത്തെ മനുഷ്യനെ കാട്ടി പുറത്തെ മനുഷ്യന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. എനിക്ക് തന്നെ ഒരുപാട് സങ്കടം തോന്നി എന്റെ ആ സ്വഭാവം ഓർത്തപ്പോ ഹാലയിലെ. കാരണം നമുക്ക് ആ സ്വഭാവത്തിൽ നമുക്കത് നമുക്കത് ഉൾക്കൊള്ളാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. നോർമലി നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്, ഇവിടെ കേരളത്തിലൊക്കെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യം, മിക്കവാറും ബാത്റൂമിലൊക്കെ ഇപ്പം മടിയായതുകൊണ്ട് അടുത്തടുത്ത് എത്തുന്നവരൊക്കെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. എന്താ മിക്കയിടത്തും അതിനുള്ള വൃത്തി ഒന്നും സൂക്ഷിക്കുന്നില്ലാത്തതുകൊണ്ട്. പക്ഷേ മിഷൻ പ്രവർത്തനങ്ങൾക്ക് പോകുന്നവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. പറയാൻ വലിയ ഇഷ്ടം. അവര് ഭയങ്കര മിഷൻ പ്രവർത്തനത്തിന് പോകുന്നവർ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റേയാണ്, മറിച്ച് നമ്മളെങ്ങാനും എന്തെങ്കിലും സഹായം ചെയ്താൽ അതൊക്കെ നമുക്ക് വലിയ മഹിമയായിട്ടൊക്കെ തോന്നും. പക്ഷേ അവരുടെയൊക്കെ ജീവിതമാണ് അവർ സമർപ്പിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് നമ്മളൊക്കെ ലക്ഷങ്ങൾ കൊടുത്തെന്ന് പറഞ്ഞാൽ അതിനൊരു ഇമ്പോർട്ടൻസ് വരും. അതിനെക്കാട്ടി വലുതാണ് അവരൊരു ലൈഫിനെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഓരോ ദിവസവും നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് അറിയുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ അവർ ചെയ്യുന്ന കാണുമ്പോൾ അവരെ അഭിനന്ദിക്കാൻ പഠിക്കണം. അവരെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഹല്ലേലൂയ. അവരെ ഓർത്ത് ഹല്ലേലൂയ ദൈവത്തിന് നന്ദി പറയാം. കാരണം എനിക്ക് ചെയ്യാൻ കഴിയാത്തതാണ് അവർ ചെയ്യുന്നത്. എനിക്കുള്ള പോരായ്മയാണ്. എനിക്ക് ഇത് ഇന്നും എന്റെ ശരീരം അല്ലെങ്കിൽ എന്റെ ജഡം അതിന് പാകപ്പെട്ടിട്ടില്ല. പക്ഷേ അവരെ അതിനെ ഒരുക്കി അതിനെ ജയിച്ച് നല്ല സമൃദ്ധിയിലും അമ്മയൊക്കെ കഴിഞ്ഞ് എത്രയോ US എന്നും UK എന്നും ഒക്കെ ദൈവദാസന്മാരും അവർ കുടുംബത്തോടു കൂടി അവരുടെ സകലത ഉപേക്ഷിച്ചിട്ട് ഈ നാട്ടിൽ വന്ന് നോർത്ത് ഇന്ത്യയിലെ ഈ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച് അന്ന് അവർ പറഞ്ഞ സുവിശേഷമാണ് ഇന്ന് നമ്മൾ പോഷിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചത്. അല്ലെ? അവരൊക്കെ അവരുടെ സ്വന്തം രാജ്യം വിട്ട് ബന്ധുക്കളെ വിട്ട് സ്വന്തക്കാരെ വിട്ട് ഈ മണ്ണിലേക്ക് അവർ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ക്രിസ്തുവിന്റെ സുവിശേഷം അറിയുവാനും അതിനെക്കുറിച്ച് പറയുവാനും രക്ഷിക്കപ്പെടും ഒന്നും നമുക്ക് അവസരം ലഭിക്കത്തില്ലായിരുന്നു. അങ്ങനെ ആരൊക്കെയോ അവരുടെ ജീവനെ ത്യജിച്ചത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ രക്ഷയുടെ സന്തോഷം അറിയാൻ പറ്റിയത്. നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ എത്രയോ പേരുടെ രക്തം ചൊരിഞ്ഞിട്ടാണ് ഈ ഒരു പുസ്തക രൂപത്തിൽ നമ്മുടെ കയ്യിൽ കിട്ടിയത്.
എന്നിട്ട് നമ്മൾ ഇതിന് വില കൽപ്പിക്കുന്നില്ല എന്ന് ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. ഹാലേലിയ. ഇതിനെ കൊണ്ട് ഇതുകൊണ്ട് നമ്മൾ ഇത് എടുത്തു വെച്ചിട്ട് ഹാലേലിയ, ഇതുകൊണ്ട് നടക്കുമ്പോൾ ഹാലേലിയ, നമ്മളെ കാണുന്നവർക്ക് ഹാല നമ്മൾ വിശുദ്ധരാണെന്നോ ഹാലേലിയ, ആമേ ഹാലേലിയ, നമുക്ക് അവരോട് സംസാരിക്കാൻ സമാധാനം കിട്ടുമെന്നൊക്കെ പറയാൻ കഴിയുന്നില്ല എങ്കിൽ ഹാലേലിയ, നമുക്കിത് കിട്ടിയത് കൊണ്ട് എന്ത് പ്രയോജനമാണ്? താഴോട്ട് നമുക്ക് വായിക്കുമ്പോ കാണാം അല്ലെ, ശൂന്യകാരത്തിൽ ഹാലെ ആ വീട്ടിൽ വന്നപ്പോ ഹാലേലിയ, അവൻ മാളിക മുറിയൊക്കെ പണിത് താമസിക്കാൻ തുടങ്ങിയപ്പോൾ ഗേഹസ്യെ വിളിച്ചിട്ട് ചോദിക്കുക, ആമേ അവർക്ക് ഞാൻ എന്ത് ചെയ്തു കൊടുക്കണം? രാജാവിനോട് പറയണോ? എന്താ സേനാധിപനോട് പറയാം, സേനാധിപതിയോട് പറയാം. അപ്പം രാജാവുമായിട്ടും സേനാധിപതിയുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തിയായിരുന്നു ഏലീഷ. എങ്കിലും അതൊന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഹാലേലിയ അവസരമാക്കി എടുത്തില്ല. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ പറയാം ഇപ്പൊ നരേന്ദ്രമോദിയുമായിട്ട് വലിയ പിടിപാടുള്ളതായിരുന്നു, ഭയങ്കര അടുത്ത ക്ലോസ് റിലേഷൻഷിപ്പ് ഉള്ള ഹാലേലിയ ഒരു ദൈവദാസനാണെങ്കിൽ എന്തായിരിക്കും ജാട? മറ്റൊരു പറയണ്ട, അപ്പൊ നമ്മളെ തന്നെ പറഞ്ഞു. അപ്പൊ ഞാനങ്ങ് പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന വ്യക്തിയാണെന്നിരുന്നുണ്ട്, അല്ല ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയോ മന്ത്രിമാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ പോകുന്ന വ്യക്തിയാണെന്നിരിക്കട്ടെ, എന്തായിരിക്കും എന്റെ ജാട? ഏലീശയെ കുറിച്ച് പരീക്ഷ രാജാവിനോ സേനാധിപതിയോടോ ഞാൻ എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്യണമെന്നാ ചോദിക്കുന്നത്. അപ്പൊ അവരൊക്കെയായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഹാലേലിയ ആ ഒരു ദൈവപുരുഷൻ ഹാലേലിയ ആമി മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറിയപ്പോൾ അവരുടെ വായിൽ വന്ന വാക്ക വിശുദ്ധനെന്ന്. ഹാലേലൂയ. അപ്പൊ നമ്മുടെ ബന്ധങ്ങൾ എവിടെ എന്നുള്ളതല്ല ഹാലേലിയ, നമ്മുടെ സ്വഭാവം ആരുടേതാണെന്നുള്ളതാണ്. നമ്മൾ പ്രസംഗിക്കുന്ന പ്രസംഗം എന്തെന്നല്ല, ആരെ കുറിച്ച് നമ്മൾ പ്രസംഗിക്കുന്നത് ഇമ്പോർട്ടന്റ്. ഹാലേലൂയ. നമ്മൾ പറയുന്ന പ്രസംഗത്തിൽ ഹാലേലൂയ നമ്മളെയാണോ ഉയർത്തുന്നത്? ആമി കർത്താവ് യേശുക്രിസ്തുവിനെയാണോ ഉയർത്തുന്നത്? ഹാലേലൂയ. ദൈവത്തിന്റെ നാമത്തിനാണോ നമ്മൾ മഹത്വം കൊടുക്കുന്നത്? നമ്മുടെ ആമി പേരിനാണോ മഹത്വം കൊടുക്കാൻ ശ്രമിക്കുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹാലേലിയ. കാരണം ഇത് നിസ്സാരമായിട്ട് ഒരു 3-4 ദിവസമായിട്ട് പരിശുദ്ധാത്മാവിനോട് ഞാൻ ഒത്തിരി പ്രാവശ്യം മെസ്സേജ് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് ഹാലേലിയ. തൊട്ട് മുകളിലത്തെ ഭാഗം 1 തുടങ്ങിയിട്ട് 7 വരെയുള്ള വാക്യങ്ങൾ ഹാലേലിയ. പക്ഷെ ഈ താഴത്തുള്ള വാക്യമാണ് കഴിഞ്ഞ ദിവസം ദൈവം 2-3-4 ദിവസം മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് ഹാലേലിയ എടുത്ത് തന്നതാണ് ഹാലേലിയ. അത് എന്ത് പറയണമെന്ന് എനിക്കും ഐഡിയ ഉണ്ട്. പക്ഷെ ഇത് നമ്മളെ അടുത്തറിയും തോറും നമുക്ക് എത്ര ഹൈഫൈ ബന്ധങ്ങൾ ഉണ്ടെങ്കിലും, നമുക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും നമ്മൾ എത്ര വലിയ ഉന്നതി നിൽക്കുന്ന ആൾക്കാരാണ്, പക്ഷെ നമ്മൾ ദൈവത്തിന്റെ മക്കൾ എന്ന രീതിയിൽ, ദൈവത്തിന്റെ ശുശ്രൂഷകർ എന്ന രീതിയിൽ നമ്മളെ അറിയും തോറും ആൾക്കാർക്ക് അകലം കൂടുകയല്ല അടുത്ത് വീണ്ടും വീണ്ടും അടുത്ത് വരാനായിട്ടുള്ള പ്രേരണ ഉണ്ടാകണം. ഹല്ലേലൂയ. അപ്പൊ അതാണ് നമ്മളെ ഏലീശയെ പോലെ ആക്കുന്നത്. ഏലീശയെ കുറിച്ച് ഹാലേലിയ ആ സ്ത്രീ പറഞ്ഞതുപോലെ ഇത് വിശുദ്ധനായ ഒരു മനുഷ്യൻ. ഹാലേലൂയ. അപ്പൊ നമ്മളോട് അടുത്ത് വരുന്നവർക്ക് അവർ നമ്മളെ കുറിച്ച് അങ്ങനെ പറയാൻ കഴിയുന്നതാണ് നമ്മുടെ ശുശ്രൂഷയുടെ വിജയം. ഹാലേലൂയ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട് ഹാലേലിയ, ആമയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ജീവിത വിശുദ്ധി ഹാലേലിയ, അതുപോലെ മറ്റുള്ളവരെ അറിയും തോറും നമ്മളോട് കൂടുതൽ അറിയാൻ അടുക്കാനായിട്ടും ഉള്ള ഉൾപ്രേരണ മറ്റുള്ളവർക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചിലതൊക്കെ മാറിപ്പോയി. നമ്മൾ ഉപവാസം ഈ മാസം എല്ലാവരും ഓൾമോസ്റ്റ് 90% സ്ഥലങ്ങളിലും ഉപവാസം നടക്കുക. ഉപവാസം എന്നാൽ എന്താന്ന് വെച്ചാൽ പട്ടിണി ഇരിക്കുന്നതല്ല, ഭക്ഷണം കഴിക്കാതിരിക്കുന്നതല്ല ഹാലേലിയ. എപ്പോഴും പറയാം ഉപവാസം എന്ന ദൈവത്തോട് കൂടെ വസിക്കുന്നതാണ്. ഹാലേലൂയ. ആ കൂടെ വസിക്കാൻ എന്താ സംഭവിക്കുന്നത്? യേശു കർത്താവ് പറഞ്ഞതുപോലെ ഉപവാസത്താലും പ്രാർത്ഥനയിലുമുള്ള ഈ ജാതി നീങ്ങിപ്പോകില്ല. നമ്മളിലൊക്കെ ഒരുപാട് ഇരിക്കുന്ന ഒരുപാട് ദുരാത്മാക്കൾ നമ്മളിലൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കും നമ്മളൊന്നും ദുരാത്മാക്കൾ ഉണ്ട്. നമ്മുടെ സ്വഭാവത്തിലുള്ള ഓരോ സ്വഭാവ വൈകല്യങ്ങളും ഓരോ ബലഹീനതകളും ദുരാത്മശക്തിയാണ്. അതെല്ലാം നീങ്ങിപ്പോകണമെങ്കിൽ നമ്മൾ ദൈവത്തോട് കൂടെ വസിക്കണം. അവനോട് കൂടെ വസിക്കുമ്പോൾ എന്താ സംഭവിച്ചാൽ ആ ദൈവത്തിന്റെ സ്വഭാവം നമ്മളിലേക്ക് വരും. ആ സ്വഭാവം നമ്മളിലേക്ക് വരും. നമ്മുടെ മാനുഷ്യമായ ചിട്ടികമായിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളും നമ്മൾ നീങ്ങി മാറി നമ്മൾ ദൈവത്തോട് അടുത്ത് ചെല്ലുന്നവരായി മാറും. ഹാലേലൂയ. നിങ്ങൾ ദൈവത്തോട് അടുത്ത് വരുമെന്ന്, അവൻ നിങ്ങളോട് അടുത്ത് വരുമെന്ന്. ഹാലേലൂയ. ഒരു 20 മീറ്റർ ദൂരമുണ്ട് നമ്മൾ ദൈവവും തമ്മിൽ. നമ്മൾ 20 മീറ്റർ ദൂരത്ത് ദൈവത്തോട് നടക്കണ്ട. 10 മീറ്റർ നമ്മൾ നടന്നാൽ 10 മീറ്റർ ദൈവം നമ്മളോട് അടുത്തേക്ക് വരും.
ഹല്ലേലൂയ. അപ്പൊ ആ കർത്താവിലേക്ക് നമ്മൾ കൂടുതൽ അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ ആമേൻ, ആ ദൈവത്തെ പോലെ നമ്മൾ ആകണം. ദൈവം ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്. ദൈവം സൽഗുണപൂർണനായിരിക്കും, നമ്മൾ സൽഗുണപൂർണരാകണം. ദൈവം വിശുദ്ധനായിരിക്കും, നമ്മൾ വിശദീകരിക്കപ്പെടണം. ഇതൊക്കെ ദൈവം ആഗ്രഹിക്കുമ്പോൾ ആ ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ ദിവസങ്ങളിൽ നമുക്കും ഒരു മാറ്റം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വർത്തമാനങ്ങളിൽ, നമ്മുടെ ബന്ധങ്ങളിലൊക്കെ ഒരു മാറ്റം വരുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.